ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി സ്വീറ്റ് റെസിപ്പീസാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരെണ്ണം അറബികളുടെ പ്രിയപ്പെട്ട വിഭവമായിട്ടുള്ള ലുക്കൈമത്തും മറ്റൊന്ന് നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടായിട്ടുള്ള നവാബി സമായിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ലുക്കൈമത്താണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഡ്രൈ ഈസ്റ്റാണ് എടുക്കണമെങ്കിൽ ഈ കുറച്ചൊരു ചൂടുവെള്ളത്തിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ആ ഡ്രൈ ഈസ്റ്റ് 1 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഇട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആ ഒരു ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം വേണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവൊന്നും പോലെയല്ല, കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഇതുപോലെ ഒന്ന് മൂടി അടച്ച് വച്ചേക്കണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ചൊരു റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് 2 മണിക്കൂർ ആയതിനും നമ്മുടെ ഈ മാവൊക്കെ നല്ലപോലെ പൊളിച്ചതുപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഡബിൾ സൈസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളം കറക്റ്റാണ് കേട്ടോ. പിന്നെ ഇതൊരു പൈപ്പിംഗ് ബാഗിലിട്ട് മാറ്റുകയാണ് കേട്ടോ ചെയ്യണത്. അതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി അങ്ങനെ ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക്. പക്ഷേ പൈപ്പിംഗ് ബാഗിലിട്ട് ഇടണയാണ് എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ കുറേശ്ശെ ചെറിയ ഉരുളകൾ പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം ഈ പൈപ്പിംഗ് ബാഗിൽ നിന്ന് കുറച്ച് വെച്ച് എടുത്തിട്ട് വേണം കേട്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതായത് കൈ ഒന്ന് ആ വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് കുറേശ്ശെ എടുത്തിട്ട് അടുത്തേക്ക് ഇട്ട് കൊടുക്കുക. പെട്ടെന്നായി കേട്ടോ. നല്ല രസമായത് ഉണ്ടാക്കി എടുക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റല്ലേ കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാവും. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവണ ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അതായത് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ കോരിയെടുക്കാം. നമ്മുടെ ഏകദേശം ഒരു എന്താ പറയുക, ഗുലാബ് ജാമുനൊക്കെ ഇല്ലേ, പക്ഷേ അതിനേക്കാളൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കാരണം വെച്ചാൽ ഗുലാബ് ജാമുനൊക്കെ നമ്മൾ കുറച്ച് കഴിക്കുമ്പോഴത്തേന് പെട്ടെന്ന് മടുത്തു പോലോ ഈ പഞ്ചസാര സിറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു രസമുണ്ട് കേട്ടോ. നമ്മുടെ ഏകദേശം ഒരു ഡോണറ്റ് പോലെയോ, അതായത് ഈ മാവ് എന്ന് പറഞ്ഞത് ഒരു ഡോണറ്റിൻ്റെ മാവ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കുന്നതും. അതുപോലെ ബ്രെഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫത്തയാറിൻ്റെ ഒരു റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു ഏകദേശം ഈ ഒരു മാവ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുറച്ച് വ്യത്യാസം വന്നുള്ളത്. അതായത് നമ്മുടെ ചിലത് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററായിരിക്കും, ചിലത് നല്ല നമ്മുടെ എന്താ പറയുക, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ മാവായിരിക്കും. അങ്ങനെ കേട്ടോ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതായത് നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞപ്പോൾ എല്ലാതും കോരിയെടുത്തു. എന്നിട്ട് കോരിയെടുത്തിട്ട് ഒരു അടുത്ത ബാച്ച് വരുമ്പോഴത്തേനും അത് ആദ്യത്തത് എടുത്ത് ആ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വയ്ക്കും കേട്ടോ. അങ്ങനെ ഒരു 5-10 മിനിറ്റൊക്കെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് എല്ലാതും ആ ഷുഗർ സിറപ്പിൽ നിന്നും കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മേളിലായിട്ടും കുറച്ചൊരു ഷുഗർ സിറപ്പാക്കി കൊടുത്തു. അതുപോലെ തന്നെ മേളിലായിട്ട് കുറച്ചൊരു വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് കുത്തി ഇതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുത്തത്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ നവാബി സമായിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കും കേട്ടോ. ബട്ടറായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചൊരു കാഷ്യൂസും അതുപോലെ റൈസിൻസും ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാം. അപ്പോൾ വറുത്തെടുക്കുമ്പോഴാണെങ്കിലും കാഷ്യൂം റൈസിൻസ് ഫുള്ളായിട്ട് വറുത്തെടുക്കേണ്ട, കുറച്ചും കൂടെ വറുത്ത് കോരി എടുത്തേച്ചാൽ പറ്റുക. ബാക്കിയുള്ളത് അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ.
ഇനി ഒരു 2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250 ഗ്രാം ഉണ്ട് കേട്ടോ. സേമിയ ചേർത്തിട്ടുണ്ട്. അപ്പം സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ സേമിയ നല്ല തിന്നായിട്ടുള്ള സേമിയ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അത് വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല. നല്ല തിന്നായിട്ടുള്ള സേമിയ എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ എൻ്റേത് കുറച്ചൊരു അത്ര തിന്നല്ല, എന്നാലും കുഴപ്പമില്ല. ഭയങ്കര കട്ടിയുള്ളതല്ല, ഒരു മീഡിയം സൈസുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം, ഒരിക്കലും നോർമലായിട്ടുള്ള ഗ്രാനുകളായിട്ടുള്ള ഒരു പഞ്ചസാര ചേർക്കരുത് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ സേമിയ പ്രത്യേകിച്ച് വേവിക്കണമൊന്നുമില്ല, ഈ ഒരു ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിലിട്ട്, അപ്പോൾ ഈ സേമിയയുടെ പകുതിയാണ് കേട്ടോ ഈ ഒരു ട്രെയിലിട്ട് ആക്കി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തവി തന്നെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം. പിന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കാം. എന്നിട്ട് കുറച്ചൊരു വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഒരു 1/4 കപ്പൊക്കെ വെള്ളം എടുത്തിട്ട് അതിനകത്ത് നന്നായിട്ടൊന്ന് ഇത് കലക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി 2 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കണമെങ്കിൽ പാൽപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ അപ്പോൾ തന്നെ നല്ലപോലെ മിക്സാക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട കുത്തി കിടക്കും. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കുറുക്കിയെടുക്കണം. അപ്പോൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ ഒരു കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് ചൂടോടുകൂടി തന്നെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കസ്റ്റാർഡ് മിക്സ് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ആ ലെയർ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ലെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായതിന് ശേഷം വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ 2 ലെയറും ആയിട്ടുണ്ട്. ഇനി 3ാമത്തെ ലെയറായിട്ട് ആദ്യം നമ്മൾ കുറച്ച് മാറ്റി വെച്ചായിരുന്നല്ലോ ആ ഒരു സേമിയ, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ സേമിയ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ഗാർണിഷ് എന്നുള്ള രീതിയിൽ മാത്രം കുറച്ച് ആയിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഈ സേമിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. അതിനകത്തേക്ക് പിടിച്ചിരിക്കാൻ പാകത്തിന് ആ ഒരു പുഡിങ്ങിൻ്റെ മിക്സിലായിട്ട് നല്ലപോലെ അമർന്നിരിക്കാൻ പാകത്തിന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നട്ട്സ് കുറച്ച് മാറ്റി വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് 3 മണിക്കൂർ വയ്ക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് 2 വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എനിക്കിഷ്ടം ലുക്കൈമത്താണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ നവാബി സെമായി ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.